ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ സന്ധ്യാസമയം നമുക്കൊന്നിച്ച് വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ഇപ്രകാരമായിരിക്കാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. അതുപോലെ തന്നെ ഓൺലൈനിൽ തങ്ങളുടെ സമയത്ത് വചനം പിന്നീട് ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് അവസാനിപ്പിച്ചു. അതായത് നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇവയ്ക്ക് ശേഷം സംഭവിക്കാനുള്ളത് എന്നിങ്ങനെ മൂന്നായിട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സംഭവങ്ങളെ തിരിക്കുന്നതായിട്ട് നമുക്കുണ്ട്. അത് കർത്താവ് തന്നെ തിരിച്ചു കൊടുത്തതാണ്. അതിൽ പത്മോസിൽ നീ കണ്ടത് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വപൂർണമായ ദർശനമായിരുന്നു. അതിനുശേഷമായിട്ടോ അതിൽ നിന്നും ചില കാര്യങ്ങൾ കൂടെ നാം ഇന്ന് ഈ സഭകളോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷമായിട്ട് നാം കണ്ടതാണ് യോഹന്നാനോട് പറയുന്നത് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2ഉം 3ഉം അധ്യായങ്ങൾ ഈ വിഷയത്തിൽ പെടുന്നതാണ്. ഇപ്പോഴുള്ളത് എന്ന് പറയുന്ന വിഷയത്തിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ സഭായുഗം അഥവാ കൃപായുഗം എന്നൊക്കെ നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന, വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഈ കാലഘട്ടം എന്നുള്ളതാണ്. ഞാൻ ഈ 2ഉം 3ഉം അധ്യായങ്ങൾ പ്രത്യേകിച്ച് 7 സഭകളെ കുറിച്ച് നാം പഠിക്കുന്ന ഭാഗങ്ങളാണ്. 7 സഭകൾ. അപ്പോൾ 7 സഭകൾ, 7 നിലവിളക്കുകൾ. അപ്പോൾ 7 സഭകൾ എന്ന് പറയുന്ന ആസിയയിലെ 7 സഭകളാണ് ഉദാഹരണമായി എടുത്ത് സംസാരിക്കുകയാണ്. ഇത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ വളരെ നാള് മുതൽ തന്നെ നമ്മളുടെ ഇടയിൽ ഇരിക്കുന്ന ആശയം ഇത് ഓരോ കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ആശയമാണ്. എന്നാൽ ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ആ ആശയത്തിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. ഇതൊരു പുതിയ ആശയമല്ല, ഞാൻ നിൽക്കുന്നത്. ഇതും പ്രബലമായ മറ്റൊരു ചിന്താഗതിയായിരുന്നു പണ്ട് മുതൽ തന്നെ. അതായത് 7 സഭകൾ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലുമുള്ള സഭകളുടെ റെപ്രസെന്റേഷനാണ്. ഒന്നാമത് തന്നെ ആസിയയിൽ 7 സഭ അല്ലായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സഭകൾക്കും എഴുതിയില്ല. അതിൽ 7 സഭകളെ ഉദാഹരണമായി എടുക്കുകയായിരുന്നു. അപ്പോൾ ആ 7 സഭകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് അപ്പോസ്തോലിക കാലം മുതൽ ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇനിയും ഭൂമിയിലായിരിക്കുന്ന, അല്ലെങ്കിൽ റാപ്ചർ നടക്കുന്നത് വരെയുള്ളതായ സഭ, ആ സഭയുടെ പ്രത്യേകതകളാണ് ഈ 7 സഭകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 സഭകളിലൂടെ നാം കയറി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ 7 സഭകളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പഠിക്കുമ്പോൾ ആ സഭകളിൽ കാണുന്ന ഗുണങ്ങൾ ഉള്ളതായ സഭകൾ ഇന്നും ഭൂമിയിലുണ്ട്. ഈ സഭകളിൽ കാണുന്ന ദോഷങ്ങൾ, അതിനോട് വീണ്ടും ദോഷങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളതായ സഭകളും ഭൂമിയിലുണ്ട്. അപ്പോൾ ദൈവസന്നിധി എല്ലാം ദൈവത്തിൻ്റെ സഭകളായി നിൽക്കുകയാണ്. നാം ഒരു കാര്യം ഓർക്കണം. ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിൽ സഭ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളുടെ പേരിലാണ് ഓരോ സഭയും അറിയപ്പെടുന്നത്. എഫേസോസിലെ സഭ മുതൽ ലവോദിക്കായിലെ സഭ വരെ ഓരോ പട്ടണത്തിന്റെ പേരിൽ സഭ അറിയപ്പെടുകയാണ്. ഇത് ദൈവസഭ എന്ന് പറയുന്നതും ലോക്കൽ സഭ അല്ലെങ്കിൽ പ്രാദേശിക സഭ എന്ന് പറയുന്നതും തമ്മിൽ നാം വേർതിരിച്ചറിഞ്ഞിരിക്കണം. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധരുടെ സാർവത്രികമായ സഭയാണ്. പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന, ആഗോള വ്യാപകമായി ഉള്ള ദൈവമക്കളാൽ ചേർത്ത് പണിയുന്ന സഭയാണ്. അതിനകത്ത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ, ഇന്ത്യക്കാരനെന്നോ ചൈനക്കാരനെന്നോ വെള്ളക്കാരനെന്നോ ഒന്നുമുള്ളതായ വ്യത്യാസങ്ങളില്ല. കാരണം കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതായ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധമതികൾ അംഗമായിരിക്കുന്നതാണ് സാർവത്രികമായ കാതോലികമായ സഭ എന്ന് പറയുന്നത്. എന്നാൽ ആ സഭയുടെ യൂണിറ്റുകളാണ് നമ്മുടെ പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാദേശിക സഭ അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ചർച്ച് എന്നുള്ളതുപോലെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ മോഡലായിട്ട് ഭൂമിയിലിരിക്കുന്ന സഭ എന്ന് പറയുന്നത് ആ സഭയുടെ മാതൃകയായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ്. വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവ് ചെത്തിവെടിപ്പാക്കുന്ന ആ നിലയിൽ, ആ നിലവാരത്തിൽ നിൽക്കേണ്ടതാണ് നമ്മുടെ ലോക്കൽ സഭകൾ. എന്നാൽ ഈ ലോക്കൽ സഭകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത്
ഇതിന് അധ്യക്ഷന്മാരെ ആക്കി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മൂപ്പന്മാരെ ആക്കി വെച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ചാൽ സംഘടിതമായി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതായ എസ്റ്റാബ്ലിഷ്മെന്റുകളായിട്ട് സഭകൾ മാറി. സഭകൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സായി ഡിസ്ട്രിക്റ്റുകളായിട്ടും സ്റ്റേറ്റുകളായിട്ടും ഒക്കെ സഭകളെ തിരിച്ചു. അപ്പോൾ ഇതിനകത്തെല്ലാം ഭരണതലത്തിൽ വിവിധങ്ങളായ നിലകളിൽ ആളുകൾ സ്ഥാനം പിടിച്ചു. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും നിറവേറുന്നതിന് പകരം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പൂർണ്ണമായും നിറവേറുന്നതിന് പകരം മാനുഷികമായ താല്പര്യങ്ങൾ ഇതിൽ സ്ഥാനം പിടിച്ചു. ഇന്നത്തെ ലോക്കൽ സഭകൾ, നാം കാണുന്ന ലോക്കൽ സഭകൾ എല്ലാം തന്നെ പരിമിതികളുള്ളതാണ്. ഒരു പരിമിതിയുമില്ലാത്ത, ഒരു കുറവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സഭകൾ ഇന്ന് ഭൂമിയിൽ കണ്ടെത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എൻ്റെ വീക്ഷണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണതയുള്ളതായ സഭയിൽ നിങ്ങൾ ചേരരുത്. നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ആ സഭ എന്തായി മാറും? അപൂർണതയുള്ളതായ ഒരു സഭയാകും, അല്ലെങ്കിൽ ആ സഭയുടെ പൂർണ്ണത നഷ്ടപ്പെടുമെന്നൊരു ആപ്തവാക്യം തന്നെ പറയാറുണ്ട്. കാര്യം നമ്മളാരും പൂർണ്ണരല്ല. അപ്പോൾ നമ്മൾ പൂർണ്ണരല്ലാത്തവർ കൂടിച്ചേരുന്ന സഭയും പൂർണ്ണമാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദൈവസഭ, പരിശുദ്ധാത്മാവ് പണിയുന്ന സഭയിൽ ഇല്ലാത്ത അനേകര് ഈ പറയപ്പെടുന്നതായ ലോക്കൽ സഭകളിലുണ്ട്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ ലോക്കൽ സഭകളിൽ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന ദൈവസഭ. അത് നമ്മൾ ഓർക്കണം. ഇവിടെ സംഘടനകളുടെ ഭാരവാഹികളായിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇവിടെ കൗൺസിൽ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പല പല തലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്ന പലരും പരിശുദ്ധാത്മാവ് പണിയുന്ന സഭയുടെ യോഗ്യത മീറ്റ് ചെയ്തില്ലെങ്കിൽ, ദൈവസഭ എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കാതോലികമായ ആഗോള വ്യാപകമായ ദൈവസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ സഭയെ കാണുകയില്ല. അതേസമയം ഈ ഭൂമിയിലെ സഭയെ കാണുകയും ചെയ്യും. ഞാൻ ഈ മുഖവുര തന്നെ പറയുന്നതിന്റെ കാരണം, ഈ അടുത്ത ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 7 സഭകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിയാത്മകമായി പല കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും. എന്നാലും ഞാൻ മിതത്വം പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം ഈ ഓരോ സഭയെക്കുറിച്ചും വളരെ ഡീപ്പായിട്ട് നാം പഠിക്കുമ്പോൾ നമ്മളുടെ സഭകൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ളതും, നമുക്കിതിൽ നിന്ന് എങ്ങനെ ഒരു മാറ്റം വരാൻ ഇടയാകും എന്നുള്ളതും, നാം എന്ത് ചെയ്യണമെന്നുള്ളതും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അപ്പോൾ ഈ സഭകൾക്ക് ഈ ദൂത് എഴുതുമ്പോൾ, എഫേസോസിലെ സഭ മുതൽ ലവോദിക്ക സഭ വരെ സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ നമ്മളെ വെട്ടിയെടുത്ത് തീയിലിടുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ നീയൊന്നും ഗുണമില്ല, അതുകൊണ്ട് നിന്നെ വെട്ടി കളയുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വെട്ടിമാറ്റുകയല്ല, നമുക്കൊരവസരം തരികയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് സഭ വിശുദ്ധിയിലും വേർപാടിലും കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാതെ ദൈവസഭ കാണണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ എടുക്കപ്പെടുന്നതായ സമയത്ത് ഞാനും നിങ്ങളും കൈവിടപ്പെടരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉൾപ്പുകളെയും നമ്മുടെ നിലവുകളെയും അറിയുന്ന ദൈവകുമാരൻ നമ്മളെ നോക്കിയിട്ട്, നമ്മുടെ സമൂഹത്തെ നോക്കിയിട്ടോ, നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന പെശകുകൾ, നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ, ഈ തെറ്റുകളെല്ലാം നമുക്ക് ബാധകമായിരിക്കുകയില്ല. എന്നാൽ ഏതെങ്കിലും നമുക്ക് ബാധകമായിരിക്കും. ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഞാനും നിങ്ങളും വീണിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ കുറവുള്ളവരാണ്. അങ്ങനെ വരുമ്പോൾ അത് പരിഹരിക്കുവാനുള്ളതായ നിയോഗമാണ് വാസ്തവത്തിൽ ഈ 2 അധ്യായം. അല്ലാതെ നമ്മളെ ഇപ്പോൾ തന്നെ വെട്ടിയെടുത്ത് തീയിലിട്ട് കളയുന്നു എന്ന് പറയുന്നതായ നിലയിലല്ല ഈ 2 അധ്യായങ്ങൾ നിൽക്കുന്നത്. നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തിരുത്തുവാൻ, നമ്മളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായ ഉദ്ദേശത്തോടു കൂടി യോഹന്നാന് ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 7 സഭകൾ ഏത് കാലഘട്ടത്തിനുമുള്ളതായ സഭകളെ പ്രതിനിധീകരിക്കുകയാണ്. ഏത് കാലഘട്ടത്തിനുമുള്ളതായ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ 7 സഭകളിൽ നിന്നും നമുക്ക് സന്ദേശങ്ങളുണ്ട്. 7 സഭകളിലെ എല്ലാ കുറ്റങ്ങളും നമ്മളിലില്ല, ശരിയാണ്. എന്നാൽ ഏതെങ്കിലുമൊക്കെ കുറവുകൾ നമ്മളിലുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നും നാം ഇവിടെ ഓരോ സഭയോടും പറയുമ്പോൾ അതിൻ്റെ ഉപസംഹാരം എന്ന് പറയുന്നത്, നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നറിയുക, അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്യുക, നീ ഇത് തിരിച്ച് മടങ്ങി വരിക. ലവോദിക്ക സഭയോട് പോലും ഗുണങ്ങൾ ഒന്നും തന്നെ പറയുവാനില്ലാത്ത ലവോദിക്ക സഭയോട് പരിശുദ്ധാത്മാവ് പറയുമ്പോഴും അവരോടും പറയുന്നുണ്ടോ, നീ ഇന്നത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ എൻ്റെ വായിൽ നിന്നും ഉമിണ്ണുകളയും എന്നുള്ളതാണ്. അപ്പോൾ നാം സഭയെ കാണുന്ന വിധത്തിലല്ല കർത്താവ് സഭകളെ കാണുന്ന നാം ഓർക്കണം. ഞാൻ സാധാരണ നമ്മളിങ്ങനെ ഡിസ്കഷൻ ഈ ക്ലാസ്സിലില്ല, എന്നാൽ അല്പസമയം ഞാൻ ഡിസ്കഷന് വേണ്ടി വിടുകയാണ്. നമ്മളിപ്പോൾ ലേക്ക് ലാൻഡിൽ, ഫ്ലോറിഡയിൽ മനോഹരമായ ലേക്ക് ലാൻഡിൽ താമസിക്കുന്നു.
നമ്മളിൽ പലരും തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ചെയ്ത് വന്നവരാണ്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ നാം ഇന്ത്യയിൽ നിന്ന് വന്നു, ഇവിടെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ താമസിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. നാം ലേക്ക് ലാൻഡിലേക്ക് മൂവ് ചെയ്യുവാൻ ചില നാൾക്ക് മുമ്പ് തീരുമാനിച്ചു. ലേക്ക് ലാൻഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വെച്ചു. നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സഭയിൽ നിങ്ങൾക്ക് ചേർന്നേ പറ്റും. കാര്യം കർത്താവിനെ ആരാധനയുള്ള ബന്ധത്തിൽ ഏത് നിലയിലായിരിക്കും നിങ്ങളൊരു സഭ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ എന്തായിരിക്കും നോക്കുന്നത്? ഒരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ കൂട്ടായ്മ ആചരിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും? എങ്ങനെയുള്ളതായ ഒരു സഭയിൽ ചേരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പറയാം, കുറച്ച് പറയാം. പെന്തക്കോസ്ത് ചർച്ച ആയിരിക്കണം, മലയാളം പ്രിഫർ ചെയ്യുന്നു. നല്ല പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആത്മീയനായ പാസ്റ്റർ. നിങ്ങൾ പാസ്റ്ററെ കുറിച്ച് പറഞ്ഞ ഞങ്ങളുടെ കാഴ്ചപ്പാടെന്തോ? ദൈവവചനം ശുശ്രൂഷിക്കാൻ കഴിവാണോ, അതോ പ്രസംഗിക്കാനുള്ളതായ കഴിവാണോ, അതോ പരിപാലനപരമാണോ? എന്തോ പാസ്റ്ററെ കുറിച്ച് ഉദ്ദേശിച്ചത്? ആത്മീയമായ ആരാധന ഉണ്ടായിരിക്കണം. ഓക്കെ, അത് പാസ്റ്ററിൽ നിന്നും വേറൊരു വിഷയമാണ്. ഓക്കെ, ഇത്രയൊക്കെ നോക്കത്തുള്ളൂ. ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വന്തക്കാരൊക്കെ ഉള്ള സഭയിൽ പോകാറുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ സെലക്ഷൻ വളരെ ലിമിറ്റ് ചെയ്തു. കാര്യം നമ്മുടെ സ്വന്തക്കാരിനടുത്ത് അങ്ങോട്ടങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കൂടുതൽ സെലക്ഷൻ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഓക്കെ, ഇതെല്ലാം ശരിയാണ്. നമ്മൾ സാധാരണ ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നാമതോ അല്ലെങ്കിൽ രണ്ടാമതോ ഒക്കെ നോക്കുന്ന ഒരു വിഷയമാണ് ചർച്ച്. ആ നോട്ടം എന്ന് പറയുന്നത് കെട്ടിടവും കാര്യങ്ങളും. കൂടി വരുന്നത് നല്ല ഹാളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി ഉടനെ സഭാഹാളിന് പിരിവും കാര്യമൊന്നും വരത്തില്ല. അങ്ങനത്തെ വിഷയം ഉണ്ടാകില്ല. അതുകൊണ്ട് പോയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, നല്ലൊരു സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വിഷയമാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നു 3-4 പേരെന്നുള്ള കൂടെ പോയിരുന്ന് ഇങ്ങനെ ആരാധിക്കുന്ന ഒരു നല്ല കൂട്ടം, ഒരു സഭായോഗം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പേരൊക്കെ വേണം, കുറച്ച് ആളൊക്കെ വേണം. ഇത് നമ്മുടെ ഒരു നോട്ടമാണ്. അത് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഇങ്ങനെ നിലവാരം നമുക്കൊരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ്. കാര്യം നമ്മുടേതായ രീതിയിലേക്ക് ഒരു അല്പം സ്റ്റാറ്റസ് ഒക്കെ ആൾക്കാരോട് പോയി ആരാധിക്കണം എന്നുള്ളതും ചിന്തിക്കുന്ന ചില ആളുകളും. പിന്നെ ചർച്ച ആക്ടിവിറ്റീസ് നമുക്കൊരു വിഷയമാണ്. ഈ സഭ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഔട്ട്റീച്ച് ഉണ്ടോ, മിഷൻ പ്രവർത്തനങ്ങളുണ്ടോ, ബൈബിൾ ക്ലാസ്, കൂട്ടായ്മകൾ, ആരാധന, പിന്നെ യൂത്ത് മിനിസ്ട്രി, അതുപോലെ കുട്ടികളുടെ മിനിസ്ട്രി, സൺഡേ സ്കൂൾ കാര്യങ്ങൾ. കാര്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സൺഡേ സ്കൂൾ, ഇങ്ങനെയുള്ളതായ ചർച്ച ആക്ടിവിറ്റീസ് നമ്മുടെ ഒരു വിഷയമാണ്. ഇനിയും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ സഭയുടെ പാസ്റ്റർ ഒരു വിഷയമാണ്. സഭയുടെ പാസ്റ്റർ എങ്ങനെയുണ്ട്, അദ്ദേഹം നല്ല ആളാണോ, ശുശ്രൂഷയിൽ എങ്ങനെയുണ്ട്, ദൈവവചനം നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ, പരിപാലനപരമുണ്ടോ, ഇങ്ങനെയുള്ളതായ പാസ്റ്റർ ഭാര്യ, അത് നാളിനോട് ചേർന്ന് ചിന്തിക്കുന്ന വിഷയം. എങ്ങനെയാണ് ആളുകൾ ഇടപെടുന്നത്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അടുത്ത അല്പം കൂടെ കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കുറേ നാളൊക്കെ ആയെങ്കിൽ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ, മലയാളം തന്നെയാണെങ്കിൽ അവിടെ പോയിരുന്നാൽ അത് ശരിയല്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകേണ്ട, അതുകൊണ്ട് ഇച്ചിരി ഇംഗ്ലീഷോടെ വേണം. അപ്പോൾ പാസ്റ്റർ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതാണോ, സഭയിൽ ഇംഗ്ലീഷിലാണോ മുൻതൂക്കം? ഇത് നമ്മുടെ ഒരു വിഷയമാണ്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ നോട്ടം. ഇനി നിങ്ങൾ ഇതിനോട് ആഡ് ചെയ്യുള്ളൂ. ഞാനിതിനിപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് ഇതിനോട് ആഡ് ചെയ്യും. ഇപ്പം മുമ്പേ പറഞ്ഞാൽ പിക്നിക്ക്, അതും സന്തോഷമുള്ള കാര്യമാണ്. കൂടി വരുമ്പോൾ പലപ്പോഴൊക്കെ പിക്നിക്കും കാര്യങ്ങളും സന്തോഷിക്കുക. ഞാനീ പറഞ്ഞ ഇതെല്ലാം മാനുഷികമായി നമ്മുടെ നോട്ടം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു സഭയിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ നോട്ടം ഇതൊക്കെയാണ്. എന്നാൽ സഭയെ കർത്താവ് നോക്കുമ്പോൾ ഇതല്ല നോക്കുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മൾ കാണാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത, നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഏരിയകളിലേക്കാണ് കർത്താവ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത് നാം ചിന്തിക്കാൻ പോകുന്നത് ഏഷ്യ മൈനറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയിൽ ഒന്നായ എഫേസോസ് സഭയാണ്. എഫേസോസ് സഭ എന്ന് പറഞ്ഞാൽ മാനുഷികമായി നോക്കിയാൽ ഒരു കുറ്റവും പറയാനില്ല. പത്മോസിൽ വെച്ച് യോഹന്നാന് ഈ ദർശനത്തിലൂടെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ, ഇത് എഴുതുമ്പോൾ വരെ എഫേസോസ് സഭയെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല എന്നുള്ളതാണ്.
ഞാനതിലേക്ക് വരാം. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ എഫേസോസ് സഭയിലേക്ക് നോക്കിയപ്പോൾ ഈ സഭ എന്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അതിന് മേളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്രവർത്തനം, നിന്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, കള്ള അപ്പോസ്തലന്മാരെ നീ തിരിച്ചറിഞ്ഞത്, ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു വെച്ചാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കറക്റ്റ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ പറയുന്നുണ്ട്. ആദ്യമേ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു, നിനക്ക് ഇന്നതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇന്ന പോലൊരു വലിയ ദുരന്തം കൂടെ അല്ലെങ്കിൽ ഇതിന് പോലെ വലിയൊരു കുഴപ്പം കൂടെ നിന്നിലുണ്ട് എന്നുള്ള നിലയിലാണ് നാം ഈ സഭകളെ ഓരോന്നിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. ഈ 7 സഭകളിലൂടെ നാം ഇങ്ങനെ സന്ദർശനം നടത്തി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ വാസ്തവത്തിൽ ഒരു ദൈവസഭ എന്നുള്ളത് കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവസഭയിൽ കർത്താവ് നോക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ പലരുടെയും കാഴ്ചപ്പാടുകൾ മാറും. വാസ്തവത്തിൽ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഇനി എഫേസോസിലെ സഭ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച ചാർട്ടിൽ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ, ഒരു ഓൾമോസ്റ്റ് ഒരു വൃത്തത്തിലാണ് ഈ സഭകൾ കിടക്കുന്ന 7 സഭകൾ. അപ്പോൾ പത്മോസിൽ നിന്നും എത്തുന്ന ഇതൊരു പോസ്റ്റൽ റൂട്ടാണ്. ആ ഏഷ്യയിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പലിൽ ഏഷ്യ മൈനാറിന്റെ തുറമുഖ പട്ടണം എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് എഫേസോസ് ആണ്. അപ്പോൾ എഫേസോസ് മുതൽ ഇങ്ങനെ കറങ്ങിയാണ് ഈ പോസ്റ്റൽ റൂട്ട് വരുന്നത്. അപ്പോൾ അതിന് ആ നിലയിലാണ് ഈ സഭകളുടെ ക്രമം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എഫേസോസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ സഭയുടെ സ്ഥാപകൻ എന്നുള്ളതായ നിലയിൽ ഇത് പൗലോസാണ് അവിടെ പ്രധാനമായും സുവിശേഷ പ്രവർത്തനം നടത്തിയതും കാര്യങ്ങൾ ചെയ്തതും എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിലെ 18, 19, 20 അധ്യായങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എഫേസോസിൽ സുവിശേഷം അറിയിച്ചതായ ആളുകൾ വേറെ. വാസ്തവത്തിൽ പൗലോസ് ചെല്ലുമ്പോൾ സുവിശേഷം അറിയിക്കത്തക്കവണ്ണം സാഹചര്യങ്ങളെ ഒരുക്കിയത് അവരാണ്. വളരെ പേരെടുത്ത ആളുകളുടെ പൂർവകാല സേവന ചരിത്രം ഈ എഫേസോസിലെ സഭയ്ക്ക് പറയാനുണ്ട്. നമ്മളും സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, മാനുഷികമായ ഇന്ന ആളുകളൊക്കെ ഇരുന്ന സഭയാണ് എന്ന് പറഞ്ഞാൽ സഭയിൽ പേരുണ്ട്, ആ പ്രസ്ഥാനത്തിലൊക്കെ പേരുള്ള ആളുകൾ ഉണ്ടായിരുന്ന സഭയാണെന്നുള്ളത് പറയാൻ വേണ്ടി. അപ്പോൾ അത് ആളുകൾ അഭിമാനത്തോടുകൂടി പറയുന്നൊരു വിഷയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ എഫേസോസിലെ സഭ എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 18, 19, 20 അധ്യായങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ തന്നെ പൗലോസ് എഫേസോസിലെത്തി. എന്നാൽ പൗലോസ് എഫേസോസിലെത്തി അവിടെ വളരെ കുറഞ്ഞ ദിവസങ്ങളെ താമസിച്ചുള്ളൂ. ആ സമയത്ത് തന്നെ അവിടെ അക്വിലാവും പ്രിസില്ല എന്ന് പറയുന്ന അക്വില പ്രിസില്ല ദമ്പതികൾ അപ്പോൾ അവിടെ ഉണ്ട്. അവരവിടെ സുവിശേഷപരമുള്ള ബന്ധത്തിൽ എത്തിയിട്ടുണ്ട്. അക്വിലാവും പ്രിസില്ലയും അവരവിടെ ഉള്ളതായ സമയത്താണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ അല്ലെങ്കിൽ പ്രഗത്ഭനായ പ്രസംഗകൻ എന്ന് പറയുന്ന ആൾ അപ്പല്ലോസാണ്. ഭയങ്കര വാഗ്മിയും. അപ്പോൾ അപ്പല്ലോസ് എന്ന് പറയുന്ന ആൾ ഈ സമയത്താണ് അവിടെ എത്തുന്നത്. അപ്പല്ലോസിനെ കുറിച്ച് നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പല്ലോസ് യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ ആ യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞിരുന്ന ആളിനെ, ഈ അപ്പല്ലോസിനെ, അക്വിലാവും പ്രിസില്ലയും കൈക്കൊണ്ട് വചനം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹവും അവിടെ കുറച്ച് നാൾ താമസിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് പൗലൂസിന്റെ 3ാം മിഷണറി യാത്രയിലാണ് വാസ്തവത്തിൽ പൗലൂസ് എഫേസോസിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പൗലൂസിന്റെ 3ാം മിഷണറി യാത്രയിൽ വാസ്തവത്തിൽ പൗലൂസ് 3 വർഷത്തോളം എഫേസോസിൽ താമസിച്ചു. 3 വർഷത്തോളം എഫേസോസിൽ താമസിച്ചു. എഫേസോസിൽ പൗലൂസ് 3 വർഷത്തോളം താമസിച്ച് വളരെ വാസ്തവത്തിൽ ദേശവ്യാപകമായ ഉണർവുണ്ടായെന്ന് പറഞ്ഞാൽ ഉണർവെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലത്തെ ഉണർവല്ല. നമ്മൾ പറയുന്നത് പോലെ, കാരണം ദേശത്ത് വലിയ ബഹളമായി. കാര്യം ഒരു ജാതീയ ആരാധനയുടെ കേന്ദ്രമാണ് ഈ എഫേസോസ് എന്ന് പറയുന്നത്. നമ്മൾ ആ അപ്പോസ്തല പ്രവൃത്തിയിലെ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ അർത്തേമിസ് എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട്. ഈ അർത്തേമിസ് ദേവിയുടെ ചരിത്രം എന്ന് പറയുന്നത് ജുപ്പിറ്റർ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൽ നിന്നും പൊട്ടി വീണതായ ഒരു ദേവതയാണ്. ഇതാണ് അവരുടെ വിശ്വാസം. ദ്യോവിൽ നിന്ന് വീണു എന്നുള്ളതാണ്. അപ്പോൾ ജുപ്പിറ്റർ എന്ന് പറയുന്ന ദേവനിൽ നിന്നും വീണ അല്ലെങ്കിൽ ആ നിലയിൽ ഉണ്ടായ ഒരു ഭാഗമായതുകൊണ്ട്
അർത്തമിസ് ദേവി എന്ന് പറയുന്നത് എഫേസോസ്യരുടെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു. അതിനെ അർത്തമിസ് എന്ന് പറയുന്നത് ഗ്രീക്ക് പേരാണ്. ആ അതേ പേര് തന്നെയാണ് ലത്തീൻ ഭാഷയിൽ ഡയാന എന്നുള്ളതായ പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ എഫേസോസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ റോമൻ പ്രവിശ്യ അല്ലെങ്കിൽ റോമന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റോമന്റെ അധീനതയിൽ കിടക്കുന്ന ഈ സ്ഥലം വാസ്തവത്തിൽ റോമിന്റെ ഏഷ്യ മൈനാറിന്റെ തലസ്ഥാന നഗരിയായിട്ട് വിശേഷിപ്പിക്കാവുന്ന പട്ടണം വാസ്തവത്തിൽ എഫേസോസ് ആണ്, എല്ലാം കൊണ്ടും അതിന്റെ പ്രാധാന്യം കൊണ്ടും. എന്നാൽ റോമൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരിയായി കരുതിയിരുന്നത് പെർഗമോസിനെയാണ്. കാരണം വലിയ പട്ടണം എഫേസോസ് ആണെങ്കിലും പെർഗമോസ് ആയിരുന്നു ക്യാപിറ്റൽ. അതേസമയം ഈ സ്ഥലത്തിന്റെ ഗവർണർ താമസിക്കുന്നത് എഫേസോസിലാണ്. നമുക്കറിയാം, സാധാരണഗതി തലസ്ഥാനത്താണ് ആര് താമസിക്കുന്നത്? ഗവർണർ താമസിക്കുന്നത്. അപ്പോൾ ഗവർണർ താമസിക്കുന്ന പട്ടണം എഫേസോസ് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും തലസ്ഥാന നഗരി എന്നുള്ളതായ പദവി പെർഗമോസിനായി. എന്നാൽ പിന്നീട് ഔഗുസ്തോസ് കൈസറുടെ കാലമായപ്പോൾ അദ്ദേഹമാണ് ഈ പറയപ്പെടുന്ന എഫേസോസിനെ ക്യാപിറ്റലായിട്ട് തിരിച്ചു വീണ്ടും പെർഗമോസിൽ നിന്നും തലസ്ഥാനം എഫേസോസിലേക്ക് മാറ്റി. ഇതൊക്കെ ചരിത്ര ഭാഗങ്ങളാണ്. നമ്മൾ ദാനിയേൽ പ്രവചനം പഠിച്ചതായ സമയത്ത് അലക്സാണ്ടറുടെ യവന സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ അലക്സാണ്ടറുടെ മരണശേഷം രാജ്യം 4 വിഭജിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചു. ആ 4 വിഭജിക്കപ്പെട്ടതിൽ ഒരാളായിരുന്നു ലിസിമാക്കസ് എന്ന് പറയുന്നയാൾ. ഈ എഫേസോസിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക എഫേസോസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിസിമാക്കസ് ആണ്. അദ്ദേഹമാണ് ഈ പട്ടണത്തെ പുതുക്കി പണിത്. അതുകൊണ്ട് ഈ എഫേസോസിലുള്ള ആളുകൾ അദ്ദേഹത്തെ തങ്ങളുടെ ഗ്രാമപിതാവായിട്ട് അല്ലെങ്കിൽ പട്ടണത്തിന്റെ പിതാവായി അദ്ദേഹത്തെ കരുതിയിരുന്നു. ഇതെല്ലാം ഇതിന്റെ പശ്ചാത്തലം മാത്രമാണ്. എന്നാൽ എഫേസോസ് എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ചില കാര്യങ്ങൾ, സകലവിധ മ്ലേച്ഛതയുടെയും സകല വൃത്തികേടിന്റെയും കേന്ദ്രമായിരുന്നു എവിടെ? എഫേസോസ്. ഈ ഡയാന എന്ന് പറയുന്ന അല്ലെങ്കിൽ അർത്തേമിസ് എന്ന് പറയുന്ന ദേവിയോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വലിയ അമ്പലം അവർക്കുണ്ടായിരുന്നു, ക്ഷേത്രമുണ്ടായിരുന്നു. അപ്പോൾ ഈ അർത്തേമിസ് ദേവി അല്ലെങ്കിൽ ഡയാന എന്ന് പറയുന്ന ആ ദേവിയോടുള്ള ബന്ധത്തിൽ ക്ഷേത്രങ്ങളിൽ ദേവദാസികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നു. വർഷത്തിൽ സ്പ്രിംഗ് ടൈമിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഈ അമ്പലത്തിൽ, ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ഉത്സവകാലം എന്ന് പറയുന്നത് എഫേസോസിലെ സകല മ്ലേച്ഛതയുടെയും ക്ലൈമാക്സ് ആണ്. കാരണം ഏത് വൃത്തികേടും കാണിക്കുവാനുള്ളതായ ആ സാവകാശം ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുണ്ട്. പട്ടണം തന്നെ പാപപങ്കിലമായ മലിനമായ ഒരു പട്ടണം, പാപത്താൽ മലിനമായ ഒരു പട്ടണം. ഇങ്ങനെ പാപം പെരുകിയ, പാപം ഏറ്റവും അതിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു എഫേസോസ് പട്ടണം. ആ പട്ടണത്തിലാണ് എന്തുണ്ടായത്? ഒരു സഭയുണ്ടായത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഞാൻ ഇത് പറയാൻ കാരണം ഈ ചുറ്റുപാട് മനസ്സിലാക്കിയിട്ട് വേണം. അതിന്റെ നടുവിലാണ് ഈ സഭ നിൽക്കുന്നത്. അപ്പോൾ ചുറ്റുപാട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു നിലയിൽ അഭിമാനിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ പ്രശംസിക്കാൻ കൊള്ളാവുന്ന ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്, പാപത്തിന്റെ കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെ പാപപങ്കിലമായ ഒരു പട്ടണത്തിൽ, വളരെ മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണത്തിൽ ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു സഭ പണിയപ്പെടുകയാണ്. അതാണ് എഫേസോസ് സഭ. ആ എഫേസോസ് സഭയുടെ ആരംഭത്തിലെ ഞാൻ പറഞ്ഞല്ലോ, അക്കുലാവ് പ്രിസില്ല ദമ്പതികൾ, അപ്പല്ലോസ്, അതിനുശേഷം അവിടെ ആരെത്തി? പൗലൂസ് എത്തി. 3 വർഷത്തോളം താമസിച്ചു. ഇപ്പോൾ പൗലൂസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ബഹളമുണ്ടായി. യഹൂദന്മാരുമായിട്ട് താൻ സംസാരിക്കുന്നു. ആ സമയത്ത് അർത്തേമീസ് ദേവിയുടെ ആ ക്ഷേത്രത്തിലേതുകൊണ്ട് ഉപജീവനം കഴിച്ചതെന്ന ആള് അദ്ദേഹം എന്ത് ചെയ്തു? ജനത്തെ ഇളക്കി, ബഹളമുണ്ടാക്കി. ഇങ്ങനെ വലിയ കോലാഹലങ്ങളൊക്കെ അവിടെ നടന്നു. എന്നാൽ അതിനുശേഷമായിട്ട് എഫേസോസിൽ പൗലൂസ് ലേഖനം പിന്നീട് എഴുതുന്ന സമയത്ത് പരാമർശിക്കുന്ന ചില പേരുകളുണ്ട്. അരിസ്തർഹോസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് താൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തീത്തോസ് എന്ന് പറയുന്ന ആളുണ്ട്. ഇവരൊക്കെ എഫേസോസിലെ സഭയുമായി പിന്നീട് പല നിലകളിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാൽ പൗലൂസിന് ശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പേര് തിമോത്തിയോസിന്റെ പേരാണ്. കാരണം പൗലൂസ് എഫേസോസിൽ നിന്നും പുറപ്പെടുമ്പോൾ തിമോത്തിയോസിനെയാണ് അവിടുന്ന് ചാർജ് ഏൽപ്പിച്ചത്. അപ്പോൾ എഫേസോസ് സഭയുടെ ചുമതലക്കാരനായിരുന്നു ആര്?
തിമോത്തിയോസ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന് താല്പര്യം, നമ്മൾ ഈ സഭകളെ 7 പഠിക്കുന്നതിൽ ഒന്നാമത് പഠിക്കുന്ന എഫേസോസ് സഭ എന്ന് പറയുന്നതിന്റെ പൈതൃകം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്ര പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരാൽ ശുശ്രൂഷിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. അതിനുവേണ്ടി ഇത് പറഞ്ഞു വരുന്നു. അപ്പോൾ ഒന്നാമത് അക്വില പ്രിസ്കില്ല ദമ്പതികൾ, അതിനുശേഷമായിട്ട് അപ്പല്ലോസ്, അതിനുശേഷമായിട്ട് പൗലൂസ്, പൗലൂസിന് ശേഷമായിട്ട് ഇടയ സ്ഥാനത്ത് ആര്? തിമോത്തിയോസ്. ഇനി തിമോത്തിയോസിന് ശേഷമായിട്ട് ഈ നാട് കടത്തപ്പെടുന്നതായ സമയത്ത്, അപ്പോൾ ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ നാട് യോഹന്നാനെ എന്ത് ചെയ്തു? എഫേസോസിലേക്ക്, പത്മോസിലേക്ക് നാട് കടത്തി, എഫേസോസിൽ നിന്ന്. ആ സമയത്ത് ആസിയയിലെ ഈ സഭകളുടെ അധ്യക്ഷ സ്ഥാനത്ത് ആരായിരിക്കുന്നത്? യോഹന്നാനാണ്. അപ്പോൾ ഓർക്കണം, എത്ര നല്ല ഒരു ചെയിനാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാര് നേതൃത്വം കൊടുത്ത മനോഹരമായ ഒരു സഭയായി. നിങ്ങൾ ഓർക്കണം, മനോഹരമായൊരു ചർച്ച. അപ്പോൾ ഈ മനോഹരമായ ചർച്ച ആയിരിക്കുമ്പോൾ യോഹന്നാന് പോലും ഈ സഭയിൽ ഇങ്ങനൊരു കുഴപ്പമുള്ളതായിട്ട് ഊഹമില്ല. യോഹന്നാന്റെ നോട്ടത്തിൽ സഭയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം യോഹന്നാൻ ഇപ്പോൾ പത്മോസിൽ തടവിലാണെങ്കിൽ പോലും വളരെ മനോഹരമായ കാര്യങ്ങൾ സുഗമമായി പോകുന്ന ഒരു സഭയായിട്ടാണ് എഫേസോസ് സഭ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനങ്ങളിലും ഇവരെ പ്രബോധിപ്പിച്ചെഴുതുന്നുണ്ട്. മൂപ്പനായ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളിൽ ഇവിടെ നിന്നും ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? പൗലൂസിന്. പൗലൂസ് യെരുശലേമിലേക്ക് പോവുകയാണ്. പൗലൂസ് പറയുന്നു, എനിക്ക് ബന്ധനങ്ങളും കഷ്ടതകളും എല്ലാം എനിക്കായി കാത്തിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യെരുശലേമിലേക്ക് പൗലൂസ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എഫേസോസിലേക്ക് വീണ്ടും പോകുവാൻ സമയമില്ലാത്തത് കൊണ്ടും അവിടെ പോയി സമയം ചെലവഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും എഫേസോസിലെ മൂപ്പന്മാരെ താൻ വിളിച്ചു വരുത്തി. അവരോട് താൻ സംസാരിച്ചു. അവരോട് താൻ സംസാരിക്കുന്ന സമയത്ത് പൗലൂസ് എഫേസോസ് സഭയുടെ മൂപ്പന്മാരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഓർക്കണം, പ്രവചനാത്മാവിൽ പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. മനോഹരമായ സഭ, ഒരു കുഴപ്പമില്ലാത്ത സഭ. ഇനി അത് കൂടാതെ നിങ്ങൾ വേറൊരു കാര്യങ്ങൾ ഓർക്കണം. പൗലൂസിന്റെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ ലേഖനം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന ലേഖനം ഏതാ? എഫേസ്യ ലേഖനം. ആ ലേഖനം ആർക്കാ എഴുതി? ഈ സഭയ്ക്കാ എഴുതി. നിങ്ങൾ ആ ലേഖനം വായിച്ചു നോക്കണം. ഈ സഭയെക്കുറിച്ച് ഒരു കുറ്റവും ആ ലേഖനത്തിൽ പറയുന്നില്ല, ഒരു ദോഷവും പറയുന്നില്ല. അതേസമയം അവരുടെ സ്നേഹത്തെക്കുറിച്ചും പ്രയത്നത്തെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചും ഒക്കെ പ്രശംസിച്ചു പറയുന്നു. ഇപ്പോൾ പൗലൂസ് ലേഖനം എഴുതുന്ന സമയത്ത്, എഫേസ്യർക്കുള്ള ലേഖനം എഴുതുന്ന സമയത്ത് എഫേസോസ് സഭയിൽ എന്തില്ല? ഒരു കുഴപ്പവും ഇല്ല. സംഗതി കാര്യം ഭംഗിയായി പോവുകയാണ്. എന്നാൽ പൗലൂസ് അവസാനമായിട്ട് തടവുകാരനായി പോകുന്നതിന് മുമ്പായിട്ടും മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറയുമ്പോൾ പൗലൂസ് വാണിംഗ് ആയിട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ട് ചില കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ പോയതിന് ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഉള്ളിൽ കടക്കും. അപ്പോൾ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് എഫേസോസിലെ ആരാ? എഫേസോസിലെ വിശ്വാസികളാണ്. അപ്പോൾ എഫേസോസിലെ വിശ്വാസികളെ കണക്കാക്കാത്ത, അല്ലെങ്കിൽ എഫേസോസിലെ വിശ്വാസികൾ വലിയ വിഷയമല്ലാത്ത, അല്ലെങ്കിൽ എഫേസോസിലെ വിശ്വാസികളെ പിടിച്ചു കീറി ചിന്തിക്കളയുന്ന ചെന്നായ്ക്കൾ എവിടെ കയറും? സഭയ്ക്കകത്ത് കയറും. ഈ ഓർക്കണം, ഈ ബിസിനസ് പുറത്തല്ല, സഭയ്ക്കകത്ത്. ഏത് സഭയ്ക്കകത്ത്? മനോഹരമായ ആത്മീയതയിൽ മുമ്പിൽ നിൽക്കുന്ന എഫേസോസ് സഭയ്ക്കകത്ത് ആര് കിടക്കും? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ കിടക്കും. ഓർക്കണം, പൗലൂസിനാലും മുമ്പ് പറയപ്പെട്ട ലിസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. അക്വില, പ്രിസ്കില്ല, അപ്പല്ലോസ്, പൗലൂസ്, തിമോത്തിയോസ്, യോഹന്നാൻ തുടങ്ങിയ ദൈവഭൃത്യന്മാരാൽ, യോഹന്നാൻ പിന്നീടാണ് വരുന്ന. പൗലൂസ് ഈ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ ഈ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ തിമോത്തിയോസ് വരെയായി. അപ്പോൾ ഞാൻ പോയി കഴിയുമ്പോൾ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ദൈവസഭയ്ക്ക് മുന്നറിയിപ്പായിട്ട് ആര് പറഞ്ഞു? പൗലൂസ് എഴുതി. അവരോട് പറഞ്ഞു, മൂപ്പന്മാരോട് പ്രത്യേകം പറഞ്ഞു, അവർ കയറും. അപ്പോൾ മൂപ്പന്മാരുടെ ജോലിയാണ് ഈ ചെന്നായ്ക്കൾ സഭയിൽ കയറാതെ സൂക്ഷിക്കേണ്ട ജോലി ആരുടേതായിരുന്നു? മൂപ്പന്മാരുടെ ആയിരുന്നു. അവർ മൂപ്പന്മാരെ പ്രബോധിപ്പിച്ച പൗലൂസ് ഇവർ കടക്കാൻ സാധ്യതയുണ്ട്, കടക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോണം എന്നുള്ളതാണ്. അടുത്തായിട്ട് അടുത്തായിട്ട് മൂപ്പന്മാരോട് പറഞ്ഞതാണ്, മൂപ്പന്മാരെ ചെന്നായ്ക്കളെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളെയും ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ ചെന്നായ്ക്കൾ കയറി വരുമ്പോൾ ആരെ കൂടെ സൂക്ഷിച്ചോണം?
നിങ്ങളെ കൂടെ സൂക്ഷിച്ചോണം. ചെന്നായ്ക്കളെ കയറി വരുമ്പോൾ ആടിനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളെ കൂടെ സൂക്ഷിച്ചോണം. അപ്പൊ നിങ്ങളെ സൂക്ഷിച്ചോണം. നിങ്ങൾ വീണാൽ ആടുകൾക്ക് നാശമാണ്. അപ്പോൾ നിങ്ങൾ വീഴരുത്, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കപ്പെടരുത്. നിങ്ങളെ സൂക്ഷിച്ചോണം, ആടുകളെയും സൂക്ഷിച്ചു കൊള്ളണം. അടുത്തതായിട്ട് പിന്നീട് അവിടെ പറയുന്നത് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ. ഞാൻ ഈ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 17 മുതൽ 35 വരെയുള്ള വാക്യഭാഗങ്ങളാണ്. ആക്ട്സ് 20:17-35. അപ്പോൾ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. എവിടെയാ? എഫെസോസ് സഭയിൽ. വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് കയറി വരും? നിങ്ങളുടെ ഇടയിൽ എന്ത് കയറി വരും? ദുരുപദേശം നിങ്ങളുടെ ഇടയിൽ കയറി വരും. പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുക, നിങ്ങളുടെ ഈ ദുരുപദേശം കയറി വരും. അടുത്തതായിട്ട് അവരോട് പറയുന്നത് ഉണർന്നിരിക്കുക. ഉറങ്ങരുത്, ഉണർന്നിരിക്കുക എന്നുള്ളതായ മുന്നറിയിപ്പാണ്. ഉണർന്നിരിക്കുക. അടുത്തതായിട്ട് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പഠിപ്പിച്ചു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ സഭയുടെ ഉപദേശം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് താൻ പ്രാപിച്ചതായ കാര്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ ആരെ പഠിപ്പിച്ചു? എഫേസോസിലെ വിശ്വാസികളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഉണർന്നിരിക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തുകൊള്ളുക എന്ന മുന്നറിയിപ്പ് ആര് കൊടുത്തതാണ്? പൗലൂസ് കൊടുത്തതാണ്. വർഷങ്ങൾ 40 കഴിഞ്ഞുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. പൗലൂസ് ഈ കാര്യം നടന്നിട്ട് യോഹന്നാൻ പത്മോസിൽ ദർശനത്തിലൂടെ ദൈവകുമാരൻ എഫേസോസ് സഭയെ കാണിച്ചു കൊടുക്കുന്നതിനിടയിലുള്ളതായ കാലഘട്ടം എന്ന് പറയുന്നത് കേവലം 40 വർഷമാണ്. 40 വർഷം കൊണ്ട് വലിയ കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവകൃപ നേരിട്ടറിഞ്ഞ പിതാക്കന്മാർ മാറ്റപ്പെട്ടു. 40 വർഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവകൃപ നേരിട്ടറിഞ്ഞതായ പിതാക്കന്മാർ, പൗലോസിൽ നിന്നും കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതായ പിതാക്കന്മാർ, അപ്പല്ലോസിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചതായ പിതാക്കന്മാർ, അക്വിലാവിന്റെയും പ്രിസില്ലയുടെയും തിമോത്തിയോസിന്റെയും ഒക്കെ കൂടെ ഇരുന്നു കാര്യങ്ങൾ ഗ്രഹിച്ചതായ പിതാക്കന്മാർ എന്ത് ചെയ്തു? പിതാക്കന്മാർ മാറി. കാരണം 40 വർഷത്തെ ടൈം കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അടുത്തൊരു തലമുറ അവിടെ കയറി വന്നു. ഈ തലമുറയുടെ കയ്യിൽ ഉപദേശമുണ്ട്. കാര്യം പിതാക്കന്മാർ ഉപദേശമൊക്കെ കൊടുത്തു. പക്ഷെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടോ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ അനുഭവ സമ്പത്തോ ഇവർക്കില്ല. കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അനുഭവ സമ്പത്ത് ഇല്ലാത്ത ഒരു തലമുറയാണ് പിന്നീട് കാണുന്നത്. ഈ കാലഘട്ടത്തിലാണ് എഫേസോസിൽ ദർശനത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന കുഴപ്പം നിന്റെ മധ്യത്തിലുണ്ട്, നിന്റെ സഭയിലുണ്ടെന്നുള്ളതായ നിലയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പിതാക്കന്മാർ മാറിയതായ സമയത്ത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇത് തന്നെയാണ് നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്നത്. ദൈവിക ദർശനം അനുഭവിച്ച, ദൈവിക വിളി കേട്ടതായ ഒന്നാമത്തെ തലമുറ അല്ലെങ്കിൽ ഒന്നാമത്തെ പിതാക്കന്മാർ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു. ഒന്നാമത്തെ പിതാക്കന്മാർ മാറിയതായ സമയത്താണ് ദൈവവിളി ഇല്ലാത്തതായ, അല്ലെങ്കിൽ ദൈവവിളിയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതായ, ദൈവവിളിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതായ ആളുകൾ സ്ഥാനം പിടിച്ചു. അതുകൊണ്ടാണ് ദൈവസഭയുടെ അല്ലെങ്കിൽ മലങ്കരയിൽ ഉണ്ടായ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ആരംഭ കാലഘട്ടത്തിൽ ഇല്ലാത്തതായ പല കാര്യങ്ങൾ ഇന്ന് സഭയിൽ കയറി വന്നു. അതുകൊണ്ട് മാത്രമാണ് പിതാക്കന്മാരുടെ കാലത്ത് നികൃഷ്ടമായി കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്ന് പരിപാവനമായി മാറിയിരിക്കുന്നു. പിതാക്കന്മാർ ഇന്ന വസ്ത്രം ധരിച്ചു നടക്കുന്ന പൗരോഹിത്യത്തിന്റെ ആളുകളെ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞതായ പൗരോഹിത്യ മേധാവികൾ ഇന്ന് കൺവെൻഷൻ സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഇതൊക്കെ ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. എന്നാൽ പിതാക്കന്മാർ എഴുതി വെച്ച പുസ്തകത്തിൽ അങ്ങനല്ല എഴുതിയേക്കുന്നത്. പാസ്റ്റർ കെ എബ്രഹാം മഹദിയം ബാബിലോൺ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ പട്ടത്വ സഭകളെയും പട്ടത്വ സഭകളുടെ അധ്യക്ഷന്മാരെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പട്ടത്വ സഭകളുടെ അധ്യക്ഷന്മാർ നമ്മുടെ സുവിശേഷകന്മാരുടെ ഒപ്പം കൺവെൻഷൻ വേദിയിൽ വന്നിരുന്ന് എഴുന്നേറ്റ് പോകുന്നത് നാം കാണേണ്ടി വരികയാണ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അത് മാത്രമാണ് അദ്ദേഹം അങ്ങോട്ടൊന്ന് വന്നപ്പോഴത്തേക്കും ദുഃഖകരമായ ഒരു വിഷയം, അദ്ദേഹത്തിന്റെ കൂടെ പടമെടുക്കാനുള്ളതായ തിരക്ക്. എന്തോ ഒരു തകർച്ചയാണെന്ന് ഓർക്കണേ. ഒരു സമുദായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പെന്തക്കോസ്ത് സഭയുടെ കൺവെൻഷൻ സ്ഥലത്തേക്ക് വന്നപ്പോൾ ആ കൺവെൻഷൻ സ്ഥലത്ത് സഭയുടെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന, സഭയുടെ കൗൺസിലുകളിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പടമെടുക്കാൻ വേണ്ടി തെക്കിയ തിരക്ക്. എന്തൊരു അധപ്പതനമാണ്. വാസ്തവത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടതായ തലമുറ, പിതാക്കന്മാർ പഠിപ്പിച്ചതായ ഉപദേശങ്ങളിൽ നിൽക്കാത്തതായ തലമുറ, പിതാക്കന്മാർ പഠിപ്പിച്ചതായ വിഷയങ്ങളിൽ നിന്നും അകലെ നിൽക്കുന്ന,
ദൈവസഭയിൽ നിന്നും അകലെ നിൽക്കുന്ന ആളുകളാൽ നടത്തപ്പെടുന്ന സഭകളാണ് പലതും. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇതാണ് പൗലൂസ് ഇവിടെ യോഹന്നാൻ ദർശനത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്തത്. അപ്പോസ്തലന്മാരാൽ പണിയപ്പെട്ട സഭ, ശ്രേഷ്ഠന്മാരാൽ പരിപാലിക്കപ്പെട്ടതായ സഭ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത് എന്ന് പറഞ്ഞ് കൊരിന്ത് സഭയോട് പൗലൂസ് പറയുന്നു. അപ്പോൾ ഓർക്കണം, ഈ ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരാൽ പരിപാലിക്കപ്പെട്ടതായ സഭകൾ എന്നുള്ള നിലയിൽ എഫേസോസ് സഭയിൽ ഇത് നടന്നെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയെത്ര പുറകെ നിൽക്കുന്നതായ നമ്മുടെ പിതാക്കന്മാർ, അവർ കർത്താവിൻ്റെ കൂടെ നടന്നവരും കർത്താവിനുമായിട്ട് അതുപോലെ സംസർഗം ഉണ്ടായിരുന്നവരും 1-ാം നൂറ്റാണ്ടിലെ തീഷ്ണതയിൽ നിന്നായ പിതാക്കന്മാരാണ്. അവർ വളർത്തിയ, അവർ പഠിപ്പിച്ചതായ സഭകൾ ഈ നിലയിൽ അധപ്പതിക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എത്രയോ ശോചനീയമാണ് എന്ന് നാം ഓർക്കണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ അടുത്തായിട്ട് നാം എഫേസോസ് സഭയോട് പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ചിന്തിപ്പാനുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് എല്ലാത്തിലേക്കും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വാക്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. എഫേസോസ് സഭയ്ക്കുള്ളതായ ദൂത് 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ തുടങ്ങുകയാണ്. 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കും. 2 മുതൽ 1 മുതൽ 7 വരെയുള്ളതായ വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോവരുടെ നടപ്പ് നീ പാലിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പാലിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൂത് വാക്യപ്രതിവാക്യമായി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഈ സഭയോട് പറയുമ്പോൾ ഓർക്കണം ആരോടായി പറയുന്നു. നിങ്ങൾ ആദ്യ ഭാഗം നോക്കണം. എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. അപ്പോൾ ഈ പറയുന്ന ആരെ കുറിച്ച്, ആരോടായി പറയുന്നു? ദൂതനോടേ ഉള്ളൂ അല്ലേ? അധ്യക്ഷന്മാരോട് പറയുന്നതേ ഉള്ളൂ. നമുക്കിത് ബാധകമല്ല, അങ്ങനല്ലേ തോന്നുന്ന ഒറ്റ നോട്ടത്തിൽ. കാര്യം ഓരോ സഭയുടെയും അധ്യക്ഷന്മാർ അല്ലെങ്കിൽ ഓരോ സഭയുടെയും ഇടയന്മാർക്ക് എന്ത് ചെയ്യുക, എഴുതുക. കാര്യം അടുത്ത സഭയുടെ പറയുമ്പോൾ അടുത്ത സ്മുർന്നയുടെ സഭയുടെ ദൂതൻ എഴുതുക, പെർഗമോ സഭയുടെ ദൂതൻ എഴുതുക. അപ്പോൾ ഓരോ സഭയുടെയും അധ്യക്ഷന്മാർക്ക് എഴുതുന്നു എന്നാണ് തുടക്കം. എന്നാൽ അതിൻ്റെ 7-ാം വാക്യം, അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അവിടെ ആരുണ്ട്? സഭ അവിടെ ഉണ്ട്. ഹോൾ ചർച്ചിനെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സഭയോട് പറയുന്നത്, സഭയിലെ അംഗങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ, ചെവി എല്ലാവർക്കും ഉണ്ട് അല്ലേ? ചെവി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കേൾക്കാനുള്ളതായ താല്പര്യ വിഷയം. അപ്പോൾ ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ ഉള്ള താല്പര്യം, കേൾക്കാനുള്ളതായ താല്പര്യം. നമുക്കിപ്പം കേൾക്കാതിരിക്കാൻ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഒരു ചെവിയിൽ കൂടെ കയറ്റി അടുത്ത ചെവി കൂടെ ചെയ്യും ഇറക്കി വിടുമെന്ന് പറയുന്നത്. കാര്യം ഇങ്ങനെ ഇരിക്കുന്നു, കേട്ടു, കേട്ടതിലേക്ക് വിട്ടു, നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അങ്ങനെ ഇരിക്കാൻ നമുക്ക് പറ്റും. എന്നാൽ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെവിയുള്ളവരായ എല്ലാ വിശ്വാസികളും, പക്ഷെ കേൾക്കാനുള്ളതായ മനസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്കാണ് വിഷയത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ ആരംഭത്തിലെ കാണുന്നത് എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഞാൻ പറഞ്ഞല്ലോ എഫേസോസ് ഇവിടെ പശ്ചാത്തലം. ഞാൻ അല്പം പശ്ചാത്തലം പറഞ്ഞതിൻ്റെ തന്നെ കാരണം ഇതുപോലുള്ളതായ പട്ടണത്തിൽ ദൈവസഭ പണിതെടുക്കാൻ എന്തുമാത്രം അധ്വാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെ തന്നെ നമ്മൾ ഓർക്കണം, ഒരു ചർച്ച് പയനിയർ ചെയ്യാനാണ് ബുദ്ധിമുട്ട് അല്ലേ? ഒരു പ്രവർത്തനമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഒരു സഭ സ്റ്റാർട്ട് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നതാണ് ശുശ്രൂഷയുടെ ഏറ്റവും വിഷമമുള്ളതായ ഭാഗം. ഏറ്റവും വിഷമം അവിടെയാണ്. അവിടെ 10-20 വീട്ടുകാരൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് ഉപദേശിയായിട്ട് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാര്യം കുറഞ്ഞ പക്ഷം 2-3 വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ട്. കാരണം ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് സഹകരിക്കാൻ കുറഞ്ഞ പക്ഷം അത്രയും ഉണ്ടല്ലോ. പക്ഷെങ്കിൽ
നമ്മുടെ അനേക സഭകൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് സഭകൾ സ്ഥാപിക്കപ്പെടുന്ന ആ സമയത്ത് പോയി സുവിശേഷം പറഞ്ഞ പിതാക്കന്മാരോട് ചോദിച്ചറിയാം, ആഹാരം ലഭിക്കാനുള്ളതായ മാർഗം അവിടെ ഇല്ലായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം നാട്ടുകാർക്ക് ദയ തോന്നി, കരുണ തോന്നി വെള്ളം കൊടുത്തവരുണ്ട്. അപ്പോൾ വെള്ളം കൊടുക്കുവാനോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കുവാനോ പോലും ആളില്ലാതിരുന്ന സ്ഥലത്താണോ കാൽനടയായി മൈലുകൾ താണ്ടി അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സഭകൾ വളർന്നു. പിന്നീട് ആ സഭകളിലൊക്കെ ഇന്ന് ശുശ്രൂഷ കിട്ടാൻ വേണ്ടി തള്ളുക. അവിടുത്തെ ആ കാര്യം 100-100 പേര് വീട്ടുകാരുള്ള സഭകളുടെ അധികാരം കിട്ടാൻ, അവിടുത്തെ ശുശ്രൂഷ കിട്ടാൻ എന്തോ ഒരു ഉത്സാഹമെന്നറിയൂ. അതിന് നേതൃതലങ്ങളിൽ ഇരിക്കുന്നവരെ സ്വാധീനിക്കുന്നു, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത് കൊടുക്കുന്നു. ഇതൊക്കെ ഈ സഭകളൊക്കെ ദൈവദാസന്മാരാൽ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സഭകളാണ്. ആ ഓർമ്മയൊന്നുമില്ല, പോകട്ടെ. അപ്പോൾ ഇവിടെ സഭയുടെ ദൂതൻ എഴുതുക 7 നക്ഷത്രം വലങ്കയിൽ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ സഭ ഓരോ സഭകളോടും പറയുമ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ 7 സഭകളുടെയും, അപ്പോൾ ഒരു സഭയുടെ ദൂത് പറയുന്നുള്ളൂ എങ്കിൽ പോലും ആ സഭയോട് പറയുകയാണ് 7 നക്ഷത്രം എൻ്റെ കയ്യിൽ ഉണ്ടോ. എഫേസോസ് സഭയെ നിന്റെ ദൂതനെ മാത്രമല്ല ഞാൻ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു, വേറെയും സഭകളുണ്ട്. അപ്പോൾ എല്ലാ സഭകളെയും ഞാൻ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇനി സഭയോട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. അപ്പോൾ 3 വാക്കുകളാണ് അവിടെ ഒന്നാമത് നാം കാണുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, ഇതൊക്കെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാസ്തവത്തിൽ ഈ പ്രവൃത്തി എന്നുള്ളതിനെ നമ്മളിപ്പോൾ ഇവിടെ നാം പെട്ടെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ സിമ്പിളായിട്ട് അതിനെ എടുത്താൽ ശരിയല്ല. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് വാസ്തവത്തിൽ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക്, അതായത് അധ്വാനത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ആ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് പാരമ്യതയിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അധ്വാനിക്കുകയാണ്, കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയാണ്, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അധ്വാനിക്കുകയാണ്. അപ്പോൾ നിന്റെ പ്രവൃത്തി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഓർക്കണം, ഈ സഭയ്ക്കുള്ള ദോഷം അവസാന ഭാഗത്ത് നമ്മൾ കാണാൻ പോവുക. ഈ സഭയെക്കുറിച്ച് ഗുണങ്ങളാണ് ഈ പറയുന്നത് ആദ്യമായിട്ട്. ഇത് നല്ലൊരു മാതൃകയാണ്. നമുക്കൊരാളെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പാറ്റേണാണ്. നാം ഒരാളിൽ ദോഷങ്ങൾ മാത്രം കാണുന്നതിന് പകരം ആ ആളിലുള്ളതായ ഗുണത്തെ കാണാൻ കഴിയും. ആ ആളിലുള്ളതായ ഗുണത്തെ കണ്ട് ആ ആളിനെ അത് പറഞ്ഞ് പ്രശംസിക്കണം. അത് കഴിഞ്ഞ് ആ നിലയിൽ ഗുണം പറഞ്ഞ് പ്രശംസിച്ചതിന് ശേഷം, സഹോദര ഇങ്ങനെയൊരു വിഷയം കൊണ്ടുണ്ടല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗുണദോഷത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ആ സഹോദരൻ അത് എടുക്കും, അല്ലെങ്കിൽ ആ സഹോദരി എടുക്കും. കാരണം ആ ആള് അവർക്ക് നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ടാകും, സാവകാശം. കാര്യം ആ ആളിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ചിന്ത അവർക്ക് വരും. അതേസമയം നാം ഒരാളിൻ്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്താൽ ആ ആൾ ചെയ്യുന്ന സകല കാര്യത്തിന് നമ്മൾ കുറ്റമേ പറയത്തുള്ളെങ്കിൽ ആ ആളിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒക്കത്തില്ല. കാര്യം നമ്മളെക്കുറിച്ച് ആ ആളിന് യാതൊരു റെസ്പെക്റ്റും കാണുന്നില്ല. ആ ആൾ ഗുണം പറയുന്ന ആളെ അല്ല എന്നുള്ള നിലയിലായിരിക്കും നമ്മളെ കാണുന്നത്. അതേസമയം നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹനം കൊടുത്തിട്ട് തെറ്റ് അതിൻ്റെ പിന്നാലെ ചൂണ്ടിക്കാണിച്ചാൽ അത് കേൾക്കുവാനുള്ളതായ മനസ്സ്, അതിനുള്ളതായ സാവകാശം ഒരുങ്ങും എന്നുള്ളതാണ്. കർത്താവ് സഭയോട് ഇടപെടുന്ന ആ വിധത്തിലാണ്. അപ്പോൾ ഞാൻ നിന്റെ അധ്വാനം അറിയുന്നു, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു, ഞാൻ നിന്റെ സഹിഷ്ണുത അറിയുന്നു. ഇതെല്ലാം പറഞ്ഞേച്ച് അപ്പോൾ ഈ സഹിഷ്ണുത ഇവിടെ ഈ പറയുമ്പോൾ ഓർക്കണം, നമ്മുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. പക്ഷെങ്കിൽ ഒരു ചോദ്യം ഇവിടെയുണ്ട്, എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ്? അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള വിഷയം, എന്തുകൊണ്ട് നമ്മളിത് ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടി എന്നുള്ള ആ ചോദ്യത്തിൻ്റെ അടിയിൽ പല വിഷയങ്ങൾ പൊങ്ങി വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു സൽപ്രവർത്തി, ഇവിടെ സൽപ്രവർത്തികൾ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു. 10 സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ 10 പാവപ്പെട്ട ദൈവദാസന്മാർക്ക് 10 സൈക്കിൾ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ 10 പേരെ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ സഹായം ചെയ്തു, അല്ലെങ്കിൽ ഇതുപോലുള്ളതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തു.
അതിനോട് ചേർന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി എന്നുള്ളതായ ചോദ്യത്തിന് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് മറുപടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതല്ല, എൻ്റെ പേര് 10 പേരെ അറിയണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ സംഗതി പോയി. അപ്പോൾ നിന്റെ പ്രവർത്തനം ഞാൻ അറിയുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങളെല്ലാം സ്നേഹത്തിൽ ചെയ്യണമെന്നാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൽ ചെയ്യുക. എന്നാൽ ഇവിടെ ഈ സഭ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ എന്തില്ല? സ്നേഹമില്ല. അതിലേക്ക് നമ്മൾ വരാൻ പോകണം. അപ്പോൾ സ്നേഹമില്ലാത്ത പ്രവർത്തികൾ, പക്ഷെ പുറത്ത് കാണുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നുമില്ല. ഇവർക്ക് സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള സ്നേഹം ഇവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ആർക്കും ഒരു തോന്നലുമില്ല. സഭയിലുള്ളവർക്കുമില്ല, സഭയുടെ അധ്യക്ഷന്മാരായിരിക്കുന്നവർക്കും തോന്നുന്നില്ല. പക്ഷെങ്കിൽ കർത്താവ് നോക്കിയപ്പം കണ്ടതാണ്, കർത്താവുമായിട്ട് ഈ സഭയ്ക്ക് എന്തില്ല? സ്നേഹത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവിടേക്ക് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ അവിടെ നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, അതിനുശേഷം കൊള്ളരുതാത്തവരെ എന്ത് ചെയ്തു? നിനക്ക് സഹിച്ചുകൂടാതെ. നമ്മുടെ സഭകൾ പരാജയപ്പെട്ടിരിക്കുന്ന അടുത്ത ഏറിയായത് കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാഞ്ഞത്. കൊള്ളരുതാത്തവരെ എന്ത് ചെയ്തില്ല? ഈ സഭ, എഫേസോസിലെ സഭ കൊള്ളരുതാത്തവരെ സഹിക്കത്തില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ആധുനിക സഭകൾ കൊള്ളരുതാത്തവരെ സഹിക്കുന്ന സഭയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. കൊള്ളരുതാത്തവരെ സഹിക്കുന്ന സഭയാണ്. കാരണം ആ സഭ നമ്മുടെ ആ സഹോദരൻ നമുക്ക് അങ്ങനെയും കൈവിടാൻ നോക്കൂ എന്നൊക്കെയുള്ള നിലയിൽ ഒരു പ്രത്യേക പരിഗണന. അല്ലെങ്കിൽ ആ സഹോദരൻ പോയാൽ അതിനോട് ബന്ധപ്പെട്ട് ഇത്ര കുടുംബങ്ങൾ വേറെയുണ്ട്, അവർ മൊത്തം സഭയിൽ നിന്ന് പോകും. ആ സഹോദരൻ പോയി കഴിഞ്ഞാൽ സഭയുടെ വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് അതാണ്, അത് പോവും. അപ്പോൾ ലേബൽ, കൊള്ളരുതാത്തവൻ എന്നുള്ളതായ ലേബൽ അങ്ങ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ തൂത്ത് കളയുകയാണ്. ഈ ആളിനെ നമ്മൾ ശരിയാക്കി എടുക്കുക, വൈറ്റ് വാഷ് ചെയ്ത് എടുക്കുക, ഈ കൊള്ളരുതാത്ത ആളിന്. ഇതൊക്കെ എവിടെ നടക്കും? നമ്മുടെ സഭ നടക്കും. ഞാൻ നമ്മുടെ ലോക്കൽ സഭയിൽ ഇങ്ങനെയൊന്നുണ്ടെന്നല്ല ഉദ്ദേശിച്ച്, ഞാൻ മൊത്തത്തിലായി പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വാസ്തവത്തിൽ ആധുനിക സഭകൾ എന്ന് പറയുന്നത് കൊള്ളരുതാത്തവരെ, എഫേസോസിലെ സഭയോട് പറയുന്നു, കൊള്ളരുതാത്തവരെ നീ എന്ത് ചെയ്തു? സഹിച്ചുകൂടാനും. സഹിക്കത്തില്ല, അവരെ സഹിക്കത്തില്ല. അപ്പോൾ നമ്മളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു ട്രെൻഡുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചിന്തയുണ്ട്. ഞാൻ പല പ്രാവശ്യം ചിലപ്പോൾ പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആൾ ശരിയല്ല. കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില വിഷയങ്ങളായതുകൊണ്ട്, അതായത് നാട്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചാണ്. നാട്ടിൽ നിന്ന് വരുന്നവർ ഇവിടെ മിനിസ്ട്രി ആണെന്നും ഒക്കെ പറഞ്ഞ് ഈ പരിപാടി ഇറക്കുമ്പോൾ ഇവർക്ക് മിനിസ്ട്രി ഇല്ലെന്നും ഇവർ പറഞ്ഞ സാക്ഷ്യം കള്ളസാക്ഷ്യമാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന പല ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെയുള്ളതായ ചില ആളുകൾ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുവിശ്വാസികളോട് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇത് കാര്യം ചിലരെ കൊണ്ട് വരുമ്പോൾ സാക്ഷ്യം കേൾക്കുന്നതുകൊണ്ട് സന്തോഷം കൊണ്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അബദ്ധം പറ്റരുതെന്നുള്ളതായ നിലയിൽ ഞാൻ താല്പര്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ചിലർ അതുപോലെ എടുത്തിട്ടുമുണ്ട്. പക്ഷെ ചിലരെപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ചോദിച്ചു. നമ്മൾ കൂടെ കേൾക്കുന്നൊരു കാര്യമില്ല. ഒരാൾ ആത്മീയ കോണത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ കൊള്ളരുതാത്തവനാണെന്നും ദൈവസഭയുടെ പുൾപിറ്റിൽ പോലും കയറ്റാൻ യോഗ്യതയില്ലാത്തവനാണെന്നും വ്യക്തമായി അറിയാമായിട്ട് പോലും ദൈവം ചോദിക്കണം. ദൈവം ചോദിച്ചോളൂ എന്നുള്ളത് നമുക്ക്, ദൈവം ചോദിക്കാൻ നമ്മുടെ ലൈസൻസ് വേണം. ദൈവത്തിന് നമ്മുടെ ലൈസൻസ് വേണ്ട, ദൈവം ചോദിച്ചോളൂ, അത് വേറൊരു കാര്യം. എന്നാൽ ഇങ്ങനെയുള്ളതിനെ ഉൾക്കൊള്ളുവാനുള്ള വിശാലതയാണ് നമുക്കുള്ളത്. അവിടെ നമ്മൾ എത്തി നിൽക്കുന്നു. കൊള്ളരുതാത്തവർക്ക് വേണ്ടി വേദി ഒരുക്കുവാൻ, കൊള്ളരുതാത്തവരുടെ മുമ്പിൽ ഇരുന്ന് കേൾക്കാൻ, കൊള്ളരുതാത്തവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ, കൊള്ളരുതാത്തവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുവാൻ, കൊള്ളരുതാത്തവരെ കോൺഫറൻസിൽ എഴുന്നള്ളിക്കുവാൻ, കൊള്ളരുതാത്തവരെ കൊണ്ട് ഇങ്ങനെ പലതും ചെയ്യിക്കുന്നതിന് നമുക്കൊരു കൂസലുമില്ല. അവിടെ നമ്മൾ എത്തി നിൽക്കും. ദൈവസഭയെ വാസ്തവത്തിൽ നാം ഇത് കണ്ട് ഉണരേണ്ടവരാണ്. എഫേസോസിലെ സഭയോട് 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിശുദ്ധിയിൽ ഉപദേശപരമായ വിഷയങ്ങളിൽ ക്ലൈമാക്സിൽ നിന്ന് എഫേസോസ് സഭയോട് പറയുന്നത് നമ്മൾ ഓർക്കണം. അപ്പോസ്തലന്മാരാൽ പഠിപ്പിക്കപ്പെട്ട, അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചതായ ദൈവസഭ, ആ സഭയോടാണിത് പറയുന്നത്. കൊള്ളരുതാത്തവരെ നീ എന്ത് ചെയ്തു? നീ സഹിച്ചു. അപ്പോൾ അവരുടെ പ്ലസ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്, നിന്റെ നല്ല കാര്യങ്ങൾ, നീ കൊള്ളരുതാത്തവരെ നീ സഹിച്ചു. അടുത്തത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു. യോഗ്യന്മാരെന്ന് കണ്ടെന്നല്ല, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കണം. സാധാരണ നമുക്ക് തന്നെ ഇച്ചിരി പേടിയുണ്ട് ആ വാക്ക് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ വിളിക്കാവോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം വിളിച്ചേക്കുന്ന അങ്ങനെയാണ്. കള്ളനെ
തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനെ വിളിക്കേണ്ട പേര് കള്ളൻ തന്നെയാണ്. അപ്പോസ്തലനല്ലാതിരിക്കെ കള്ള അപ്പോസ്തലൻ. അപ്പൊ അപ്പോസ്തലനല്ലാതിരിക്കെ അപ്പോസ്തലനാണെന്ന് ക്ലെയിം ചെയ്യുന്നവൻ കള്ളനാണ്. അവൻ കള്ളനാണെന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവനെ നാം വിളിക്കേണ്ടത് കള്ള ഉപദേശിക്കുന്ന അല്ലെ കള്ള അപ്പോസ്തലൻ എന്നാണ്. ഞാൻ അല്പം ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു വിഷമം വരും. ഞാൻ വളരെ വളരെ ഇതായിട്ട് തന്നെ ഞാൻ മുമ്പ് നിൽക്കുന്നു. വാസ്തവത്തിൽ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ 7 സഭകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ എനിക്ക് നിങ്ങൾക്കും വ്യത്യാസം മാറണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. എനിക്കും ഒത്തിരി വ്യത്യാസം മാറേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എഫേസോസ് സഭയോട് പറയുമ്പോൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? അപ്പോസ്റ്റലോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് അതുണ്ടായത്. അയക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം, അയക്കപ്പെട്ടവൻ. ഇപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ 1-ാം നൂറ്റാണ്ട് പോയിട്ട് നമ്മുടെ മലങ്കരയിലെ സഭകളിൽ അപ്പോസ്തോലിക ശുശ്രൂഷയുമായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയ അനേക ദൈവദാസന്മാരുണ്ട്. നിരവധി ദൈവദാസന്മാർ. ചില ആഴ്ചകൾക്ക് മുമ്പ് കാണിച്ച പാസ്റ്റർ കുര്യൻ തോമസ്, അതുപോലെ തന്നെ ആന്ധ്രയിലേക്ക് പോയ പാസ്റ്റർ ഷാമുവൽ, ഉദയ്പൂരിലേക്ക് പോയതായ പാസ്റ്റർ തോമസ് മാത്യു, ഡൽഹിയിലേക്ക് പോയതായ പാസ്റ്റർ കെ ടി തോമസ്, ഈ കഴിഞ്ഞ സമയം കർത്തൃസേനയിൽ ചേർക്കപ്പെട്ട ചില വിഷയങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും കർത്താവിന് വേണ്ടി വളരെ ശോഭിച്ചതായ പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമുവൽ. ഇങ്ങനെ അപ്പോസ്തോലിക ശുശ്രൂഷ തുടരുകയാണ്. അതാ ഞാൻ കുര്യൻ തോമസ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇത് അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. അപ്പോസ്തോലിക ശുശ്രൂഷ 1-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനല്ല. അതിന്റെ തെളിവായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക ശുശ്രൂഷ അവസാനിച്ചിരുന്നെങ്കിൽ ഈ പ്രയോഗം എഫേസോസിലെ സഭയോട് പറയേണ്ട കാര്യമില്ല. ദൈവം സഭയിൽ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷക വൃന്ദത്തിന്റെ കൂട്ടത്തിൽ ഒരു ചുമതലക്കാരാണ് ആരെന്ന് പറഞ്ഞത്? അപ്പോസ്തലന്മാർ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും എന്ത് ചെയ്തിരിക്കുന്നു? നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നിയമിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ. അപ്പോസ്തോലിക ശുശ്രൂഷ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അപ്പോസ്തോലിക ശുശ്രൂഷയുടെ റിസൾട്ടിൽ അറിയാം ഇവനെ ദൈവം അയച്ചാണോ അല്ലയോ എന്നുള്ളത്. കാരണം അപ്പോസ്തോലിക ശുശ്രൂഷയിൽ വെളിപ്പെടും. ദൈവമാണ് ഈ ആളിനെ അയച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവകൃപയിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ശുശ്രൂഷയുടെ അപ്പോസ്തോലിക ശുശ്രൂഷ വെളിപ്പെടും. നിങ്ങൾ ഈ പറയപ്പെട്ട അല്ലെങ്കിൽ വടക്കേന്ത്യയിലേക്ക് പോയാൽ ചിലരുടെ പേരെ പറഞ്ഞുള്ളൂ. ഇവരുടെ ഒക്കെ കഥയെടുത്ത് നോക്കൂ. അവരുടെ അനുഭവങ്ങൾ, അതുപോലെ പല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവം അവരെ നടത്തിയ വഴികൾ, ദൈവം അത്ഭുതകരമായി അവരെ പുലർത്തിയതായ വഴികൾ, ദൈവം അവർക്ക് വേണ്ടി കൊടുത്തതായ സോഴ്സ്, അതുപോലെ തന്നെ ഇത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒന്നും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി ഇറങ്ങിത്തിരിച്ച പിതാക്കന്മാർ, ഇറങ്ങിത്തിരിച്ച ശുശ്രൂഷകന്മാർ, അടുത്ത ആഹാരം എവിടെ നിന്ന് വരും എന്നുള്ളത് പോലും ഒരു ഊഹവുമില്ലാതിരിക്കുമ്പോൾ ആഹാരം സമയത്തോടെ വീട്ടിലെത്തുന്നതായ ദൈവത്തിന്റെ പ്രൊവിഷൻ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ, അപ്പോസ്തലന്മാരാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാരായിട്ട് തന്നെ കരുതണം. അപ്പോസ്തലന്മാരാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാരായിട്ട് ബഹുമാനിക്കണം. പക്ഷെങ്കിൽ അപ്പോസ്തലനല്ലാതിരിക്കെ അപ്പോസ്തലൻ എന്ന് പേരെടുത്താൽ ആ ആളിനെ എന്തെന്ന് വിളിക്കണം? അവനെ പരീക്ഷിക്കണം. വേറൊരാൾ പറഞ്ഞത് കേട്ട് വിളിക്കണമെന്നില്ല. ഈ ആളിനെ നോക്കണം. ഈ ആൾ പറയുന്നതിൽ വല്ല കാര്യമുണ്ട്? ഇയാൾ ഈ പദവി ക്ലെയിം ചെയ്യുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്? വളരെ ശാന്തമായി ഈ ആളിന്റെ കാര്യങ്ങൾ പരീക്ഷിച്ചാൽ മതി. ഈ ചില ആളുകൾ വരുമ്പോൾ ഈ സ്റ്റേജിൽ നിറഞ്ഞ തുള്ളി പ്രസംഗിക്കുന്ന ചില പുള്ളികൾ, അവരെ ഒന്ന് ഒറ്റയ്ക്ക് വീട്ടിൽ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ടൊന്ന് അല്പസമയം സ്പെൻഡ് ചെയ്യണം. ഈ ആളിന്റെ റിയൽ ചിത്രം ഇറങ്ങി വരും. ഇവർ പറയുന്ന തമാശ, ഇവർ പറയുന്ന വാചകങ്ങൾ ഒക്കെ കേട്ടാ അറിയാം സ്റ്റേജിലെ ശുശ്രൂഷയും താഴെ വന്നു കഴിയുമ്പോൾ ഉള്ള ശുശ്രൂഷ നമ്മളെ വ്യത്യാസം. എന്തെല്ലാം വിഷയങ്ങളെ അവർ പറയുന്നത് അറിയോ? ചിലരെ നമുക്ക് സഹിക്കാൻ വയ്യാത്തതുള്ളതായ കാര്യങ്ങൾ പറയുന്ന ചില ആളുകളുണ്ട്. സഹിക്കാൻ പറ്റത്തില്ല ചിലത് കേട്ടോണ്ട്. അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പരീക്ഷിക്കുക, എന്ത് ചെയ്യുക? തിരിച്ചറിയുക. പരീക്ഷിക്കുക. യോഗ്യന്മാരാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക. യോഗ്യതയില്ലാത്തവനാണെങ്കിൽ അവനെ അയോഗ്യനായി കണക്കാക്കണം. അവനെ അയോഗ്യനായി കണക്കാക്കി കഴിഞ്ഞാൽ ദൈവം ചോദിക്കട്ടെ എന്ന് പറയാനല്ല പറഞ്ഞേക്കുന്നത്. അവനെ വിളിക്കേണ്ടത്, അവനെ കേക്ക വിളിക്കാൻ മടിയുണ്ടെങ്കിലും കുറഞ്ഞ പക്ഷം ഹൃദയത്തിലെങ്ങ പറ, ഇവനൊരു കള്ളനാണ്, ഇവനെ നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല എന്ന് ഹൃദയത്തിൽ തന്നോട് തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പാടുണ്ടോ? ആളിനോട് എന്ന് വെച്ചാൽ നീ കള്ളനാണെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷെങ്കിൽ കുറഞ്ഞ പക്ഷം അധ്വാനിക്കുന്ന ഈ ഫാക്ടറികളിലും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എൻ്റെയും നിങ്ങളുടെയും ദൈവം തന്ന നമ്മുടെ നന്മയുടെ ഒരു ഭാഗം ഇവർക്ക് എഴുതി കൊടുത്ത് ഇവരതുകൊണ്ട് പോയി
അടിച്ച് പൊളിച്ച് തകർത്ത് കുശാലായി ജീവിക്കുന്നത് ഒഴിവാക്കരുത്. അപ്പോൾ നമ്മൾ ഇവരൊക്കെ കൊടുക്കുമ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്യുമോ? നിങ്ങൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും വ്യാജനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും വ്യാജന നിങ്ങൾ കൊടുക്കുമ്പോൾ, വ്യാജന പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ, വ്യാജനെ എന്റർടൈൻ ചെയ്യുമ്പോൾ നാം കള്ളനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിനെ വിളിച്ചത്. കള്ളനെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇപ്പോൾ ദൈവം ചോദിച്ചോളുന്നു. അപ്പോൾ ഈ ട്രെൻഡ് നമ്മൾ കാരണം നമ്മൾ ബുദ്ധിയുള്ളവരാണ്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കും നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് തന്നെ പറഞ്ഞേക്കും. ഇത് നമ്മളോടുള്ള കൽപ്പനയാണ്. നിങ്ങൾ പരീക്ഷിക്കണം, പരീക്ഷിച്ച് നിങ്ങൾ തിരിച്ചറിയണം. കൊള്ളാവുന്നവരാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യണം, അവരെ പ്രൊമോട്ട് ചെയ്യണം. കൊള്ളരുതാത്തവനാണെങ്കിൽ അവനെ ആ രീതിയിൽ കണ്ട് അവനോട് പ്രതികരിക്കണം. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ സമയം അവസാനിക്കുകയാണല്ലോ. അപ്പോൾ അപ്പോസ്തലൻ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടത്. അപ്പം എഫേസോസിലെ സഭയുടെ ഗുണങ്ങൾ ഇതെല്ലാം നല്ല ഗുണങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം നമ്മുടെ ദോഷങ്ങളും. എഫേസോ സഭയുടെ ഗുണങ്ങൾ നമ്മുടെ ദോഷങ്ങളായിട്ടായിരിക്കും. കാരണം ഈ ഗുണങ്ങളൊന്നും നമ്മളിലില്ല. ഇതിലേതാ നമുക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഈ പറയപ്പെട്ടതായ കാര്യം ഞാൻ ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ സഭകൾ ഇന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിനക്ക് സഹിഷ്ണുത ഉള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ ഈ സഭ എന്തുള്ള സഭയാണ്? സഹിഷ്ണുതയുള്ള സഭയാണ്. അപ്പൊ ഓർക്കണം, ഈ സഹിഷ്ണുതയുള്ള സഭയാണ് ആരെ കള്ളെന്ന് വിളിച്ചത്? മനസ്സിലായല്ലോ? അപ്പോൾ സഹിഷ്ണുതയുള്ള സഭ. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എല്ലാം ക്ഷമിക്കുക, എല്ലാം സഹിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവം ചോദിച്ചോളൂ എന്ന് പറയുക. അപ്പൊ നിനക്ക് സഹിഷ്ണുതയുണ്ട്, നിനക്ക് സഹിഷ്ണുതയുള്ളതും. പക്ഷെ ആ സഹിഷ്ണുതയുള്ള സഭ അവരുടെ ഇടയിൽ അപ്പോസ്തലന്റെ ഉപായിട്ട് വന്ന, അല്ലെങ്കിൽ ഇല്ലാത്ത ശുശ്രൂഷ ഉണ്ടെന്ന് ഉള്ള ഭാവേന വന്നവനെ പരീക്ഷിച്ച് അവനെ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, വചനത്തിൽ നാം ആഴത്തിൽ വേരുള്ളവരായിരിക്കും. എങ്കിലേ നമുക്ക് തിരിച്ചറിയാൻ ഒക്കണം. എങ്ങനെ വൃക്ഷത്തെ തിരിച്ചറിയാം? ഫലം കൊണ്ട് തിരിച്ചറിയാം. അപ്പോൾ ഫലം എന്ന് പറയുന്ന ആപക വിഷയങ്ങളൊക്കെ നാം അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. അതനുസരിച്ച് പെരുമാറുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ദൈവമക്കളെ. എൻ്റെ വാക്കുകൾ എന്നോട് അവസാനിപ്പിക്കട്ടെ. നാം എന്തും വെട്ടിവിഴുങ്ങുവാനുള്ളവരല്ല. അതല്ല നമ്മുടെ അവസ്ഥ. നമ്മളെ അതിനല്ല ദൈവം വിളിച്ചിരിക്കുന്നു. നമുക്ക് ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ടോ? ദൈവവചനത്തിന്റെ തെളിമയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ളതായ ബുദ്ധി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടോ? അതനുസരിച്ച് പ്രതികരിക്കേണ്ടതായ ചുമതലയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ എഫേസോസിലെ സഭ, നമുക്ക് അതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടരാം. വളരെ വളരെ പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്, വളരെ അധ്വാനങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് സഹിഷ്ണുതയുള്ളതായ സഭയാണ്. അവർ കള്ളന്മാരെ തിരിച്ചറിയുന്ന ആ സഭയാണ്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ അടുത്ത കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും ഈ സഭയുടെ ദോഷവശം പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ അവിടെ ഉണ്ട്. കാരണം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ സ്നേഹം വളരെ രസകരമായ ഒരു പ്രയോഗമാണ്. അത് നമുക്ക് അടുത്ത കാഴ്ചയിൽ ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.